നമസ്കാരം. ജീവിത ബന്ധങ്ങൾക്കും മനുഷ്യ ഐക്യത്തിനും ഉള്ള ഒരു പ്രധാന പൊതു സന്ദേശം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യബന്ധങ്ങൾ മിക്കവാറും ജീവിത ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എൻ്റെ ലക്ഷ്യം വ്യത്യസ്തമാണെങ്കിൽ ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ലക്ഷ്യം തീരെ യോജിക്കാത്തതാണെങ്കിൽ ബന്ധം നിലനിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കൊരു ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടാനുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ്. ഉറപ്പായിട്ടും ഞാൻ ജിമ്മിൽ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ കാണും, അവരുമായിട്ടൊരു ബന്ധമുണ്ടാവും. പൊളിറ്റിക്സിലാണ് എൻ്റെ താല്പര്യം നേരിക്കും. പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ആയിരിക്കും. സ്പിരിച്വലാണ് എൻ്റെ താല്പര്യം നേരിക്കുക. അങ്ങനെ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇതാണ് സത്സംഗം എന്ന് പറയാം. അപ്പോൾ ജീവിത ബന്ധങ്ങൾ സത്സംഗിലൂടെ ജീവിത ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇന്നത്തെ ലോകം വലിയ മാറ്റങ്ങളുടെ കാലഘട്ടമാണ്. മനുഷ്യൻ കൂടുതലായിട്ട് അന്വേഷിക്കുന്നത് വരുമാനം കൂട്ടാൻ, സൗകര്യം കൂട്ടാൻ, കൂടുതൽ അറിവുണ്ടാക്കാൻ, ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയാണ്. ഏത് രണ്ടാളെ കൂടിയാലും ഉടനെ തന്നെ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ പർച്ചേസിങ് ഓഫ് ലാൻഡ്, അപ്പാർട്ട്മെൻറ്റ് മേടിക്കുന്ന കാര്യം, അവിടെ 3 കോടിയാണ്, ഇവിടെ 2 കോടിയാണ്, ഇവിടെ 1 കോടിയാണ്, എവിടെയാണ് സ്ഥലം മേടിക്കുക, എങ്ങനെ പോപ്പുലർ ആവാം, ഓരോരാളുടെയും ഡിസ്കഷൻസ് വ്യത്യാസമാണ്. ഇപ്പോൾ സിനിമാ ഫീൽഡിലാണെങ്കിൽ അവരുടെ പോപ്പുലാരിറ്റിയുടെ കണ്ടൻറ്റ് കണക്കാക്കുന്നത്. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ചിലപ്പോൾ ആ ബന്ധങ്ങൾ പൊളിയാനും ഈ ഡിസ്കഷൻസ് പറ്റാം. ഇതെല്ലാം എന്തിനാണ് എന്നാലോചിക്കാം. പണമുണ്ടാക്കുന്നത് മനുഷ്യനെ സമ്പൂർണ്ണനാക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അറിവുണ്ടാക്കുന്നത് കൊണ്ട് മനുഷ്യനെ നന്നാക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. സാങ്കേതികമായ പുരോഗതി വളരെ വളർന്നതുകൊണ്ട് മനുഷ്യ സമൂഹം സന്തോഷത്തിലെത്തുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാം. ഇപ്പം നടക്കുന്ന വാറ് നോക്കിയാൽ അറിയാം. സാങ്കേതിക വിദ്യ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യുദ്ധത്തിലാണ്. മിക്കവാറും സാങ്കേതിക വിദ്യകളുടെയൊക്കെ തുടക്കം തന്നെ യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സിവിൽ എഞ്ചിനീയറിംഗിന് പേര് വരാൻ കാരണം ബാക്കി എല്ലാ എഞ്ചിനീയറിങ്ങും നോൺ സിവിലിയൻ മിലിറ്ററി ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, കമ്പ്യൂട്ടർ അടക്കം. സത്യത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ 3 അടിസ്ഥാന മേഖലകൾ: ശരീരാരോഗ്യം, അറിവും ബോധവും കൂട്ടുക. ബോധം വേണം, അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇൻ്റലക്ച്വൽ അല്ല, അതെങ്ങനെ നല്ല അറിവായിട്ട് മാറ്റാം എന്നുള്ളതാണ്. വെറും വിവരമല്ല, അത് വിവേകവും വിവേചനവും കൂടെ ചേർന്നിട്ടുള്ള അറിവ്. ഉള്ളിൽ സമാധാനവും ജീവിതത്തിനും അർത്ഥം കണ്ടെത്തണം. ഈ 3 കാര്യങ്ങളാണ് ആരോഗ്യം, ശാരീരിക മാനസികമായിട്ടുള്ള അറിവ്, ഇൻ്റലക്ച്വലായിട്ടുള്ളത്, സമാധാനവും ജീവിതത്തിന് അർത്ഥവും കണ്ടെത്തണം. അത് സോഷ്യലും സ്പിരിച്വലും ആണ്. ഇതുകൊണ്ടാണ് ഞാൻ 5 ഫോൾഡ് ഡെവലപ്മെൻ്റ് എന്ന് പറയാറ്. ഇവ ഇല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടായിട്ട് പോലും മനുഷ്യന് സന്തോഷത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് വളർന്നിട്ടുണ്ട്, പക്ഷേ ആരോഗ്യമില്ല, മാനസിക ആരോഗ്യമില്ല, സന്തോഷമില്ല, ഒരു സ്റ്റെബിലിറ്റി ഇല്ല, മെച്യൂരിറ്റി ഇല്ല. ഇതിനൊക്കെ പലരെയും കാണും. ഈ ലോകം പല വിധത്തിൽ ജാതി, മതം, വർഗം, ദേശം, ലിംഗം ഇങ്ങനെ വികസിക്കുന്ന കാലത്ത് പോലും ഇതിനെ വ്യത്യസ്തമായിട്ട് കാണുന്ന, കൃത്യമായിട്ട് ആൾക്കാരെ മനസ്സിലാക്കാൻ സാധിക്കാത്ത, നമ്മൾ വസുദൈവ കുടുംബം 3 ലോകങ്ങളുടെയും പാതാളം ഇതൊക്കെ പറഞ്ഞിട്ടും, സ്വർഗവും ഭൂമിയും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്, ചിന്തകളൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും, ഒരു കുടുംബമാണെന്ന് പറഞ്ഞിട്ടും, ഇതിൻ്റെയൊക്കെ ഗുണദോഷങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടും മനുഷ്യന് കുശുമ്പ്, കുനിഷ്ട്, കുബുദ്ധി പരമാത്മാവിൻ്റെ ഒരു പ്രകടനമായിട്ട് കാണിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കും. വേർപിരിഞ്ഞിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത്. യഥാർത്ഥ ദൗത്യം എന്ന് പറയുന്നത് സത്യസന്ധമായി ജീവിതത്തിന് വിശകലനം ചെയ്യാൻ സാധിക്കുക, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ, മൂലകാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കുക, മനുഷ്യൻ്റെ ഐക്യത്തിനും നന്മയ്ക്കുമായി പ്രവർത്തിക്കാൻ സാധിക്കുക, അറിവും സമ്പത്തും ശക്തിയും മനുഷ്യൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ട്
എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. അതാണ് സോഷ്യൽ എന്നൊക്കെ പറയുന്നത്. ലോകത്തെ മാറ്റാൻ ഒരാൾക്ക് സാധിക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ കുറേ ആൾക്കാരുടെ കൂട്ടം കൂടിച്ചേരണമെങ്കിൽ നമ്മൾ ഇന്നാളുടെ തത്വം ശരിയാണ്, ഇയാൾ എന്തിനാണിത് പറയുന്നത്, കുറേ ഫിലോസഫി പറഞ്ഞിട്ട് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തിക്കാണ്ടൊക്കെ നാനാവിധമായിട്ട് ജീവിത ലക്ഷ്യമില്ലാണ്ട് കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ആത്മീയതയിലേക്കാണ് നമ്മൾ മാറേണ്ടത്. ജീവിതം വെറും വ്യക്തിപരമായ നേട്ടമല്ല, സമൂഹത്തിനും ഭാവി തലമുറക്കും വേണ്ടിയിട്ട് ഈ ലോകത്തിന് എന്ത് നമുക്ക് വിടാൻ സാധിക്കും, നമ്മളൊക്കെ പോകും ഒരു ദിവസം ഈ സ്റ്റേജിൽ നിന്ന്, അതിന് മുമ്പ് എന്ത് കൊടുക്കാൻ പറ്റും, അതിൽ ഒരുമിച്ച് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കലാണ് ലക്ഷ്യം. അത് സത്യത്തെ അന്വേഷിക്കുന്ന മനസ്സ് വേണം, മനുഷ്യനോട് കരുണ വേണം, അറിവിന് നേടാനുള്ള കഴിവ് വേണം, വിനയത്തോടു കൂടി അറിവ് നേടാനുള്ള കഴിവ് വേണം, സമൂഹ നന്മയോടൊരു പ്രതിബദ്ധത വേണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സമ്പന്നത എന്ന് പറയുന്നത് അർത്ഥവത്തായ ഒരു യാത്രയായിട്ട് മാറും. ജീവിതം എന്ന് പറയുന്നത് സമ്പന്നതയുടെ ഒരു അർത്ഥവത്തായ യാത്രയായിട്ട് മാറും. മനുഷ്യ ഐക്യം, മനുഷ്യ പുരോഗതി, മനുഷ്യ സൗഖ്യം, ഇതാവണം മുന്നിലുള്ള യഥാർത്ഥമായ നമ്മുടെ ദിശ. അതിൽ ഈ സത്സംഗങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അവിടെയാണ് നമ്മൾ തുടങ്ങിയത്. മനുഷ്യബന്ധങ്ങൾക്ക് പങ്കുണ്ട്. അപ്പോൾ ജീവിത ലക്ഷ്യം ഇതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ട് മനുഷ്യരുമായിട്ട് ഇടപെടാൻ ആ കാതല് മുന്നിൽ വെച്ചിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാവുന്ന ഒരു കുടുംബം, അത് ബയോളജിക്കലായിട്ടോ അല്ലെങ്കിൽ ഇൻ ലോ എന്നാണല്ലോ പറയുക, സിസ്റ്റർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, നിയമസംബന്ധമായിട്ട് യോജിപ്പിക്കുന്നതിനെയാണ് ഇൻലോസ് എന്ന് പറയുക. അതാണ് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊക്കെ. അതൊന്നുമല്ല കാര്യം. ഇതിനൊക്കെ കവിഞ്ഞിട്ടുള്ള ഒരു ബന്ധം, ഒരു സ്നേഹം, അന്യോന്യം മനസ്സിലാക്കാനും അന്യോന്യം ഒരേ ചിന്തകളിലൂടെ പോകുമ്പോഴത്തേക്കും കൂടെ നിൽക്കാനും സാധിക്കുന്ന ഒരു സമൂഹത്തെ, കുറച്ച് പേരെങ്കിലും അടങ്ങുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിച്ചാൽ ആ സമൂഹത്തിന് ഈ ലോകത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ആശയം വളരെ വലുതാണ്. അതാണ് സത്സംഗത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ ലക്ഷ്യമൊന്നാവണം, അപ്പോൾ ബന്ധങ്ങളും അതിനനുസരിച്ചിട്ട് നന്നാവും. നന്ദി, നമസ്കാരം.